നമസ്കാരം, എല്ലാവർക്കും ടെക് പ്രൊമോട്ടേഴ്സ് കേരളയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ആദ്യത്തെ വീഡിയോ ആണ്. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെ തൽക്കാൽ ടിക്കറ്റ് ഈസിയായി ബുക്ക് ചെയ്യാം. നമുക്കറിയാം, പലപ്പോഴും 11 മണിക്ക് നമ്മൾ തൽക്കാൽ ടിക്കറ്റ് ബുക്കിങ്ങിന് വേണ്ടി IRCTCയുടെ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഒന്നുകിൽ വെബ്സൈറ്റ് ഹാങ് ആവുകയോ അല്ലെങ്കിൽ ടിക്കറ്റിൽ നമ്മൾ ഡാറ്റാസ് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും ടിക്കറ്റ് തീർന്നു പോവുകയോ ചെയ്യുന്നൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റും എന്നുള്ള ഒരു ട്രിക്കാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ 11 മണിക്ക് മുൻപ് തന്നെ എൻ്റർ ചെയ്യുകയും 11 മണിക്ക് കൃത്യം നമ്മൾ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് എല്ലാ ഡീറ്റെയിൽസും ഓട്ടോ ഫിൽ ആവുകയും ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഗൂഗിൾ ക്രോം ബ്രൗസറാണ്. ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ തന്നെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുക കമ്പ്യൂട്ടറിൽ. ഈ ട്രിക്ക് നിങ്ങൾ തൽക്കാൽ ടൈമിങ്ങിന് മുമ്പ് തന്നെ ചെയ്തു വെക്കേണ്ടതാണ്. ആദ്യമായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. അതിനുശേഷം myRail.info.in എന്ന URL എൻ്റർ ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ബ്രൗസർ പ്ലഗിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ മുകളിലൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. ഈ നോട്ടിഫിക്കേഷനിൽ ഏഡ് എക്സ്റ്റൻഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇപ്പോൾ റൈറ്റ് സൈഡിലൊരു ആഡ് ഓൺ വന്നിട്ട് കാണാം. ഇനി നമ്മുടെ ബ്രൗസർ ഒന്ന് ക്ലോസ് ചെയ്യുക, റീ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ ആഡ് ഓണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ പുതിയൊരു വെബ്സൈറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൽ IRCTC തൽക്കാൽ ഓട്ടോ ഫിൽ ഫോം എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ പറ്റും, നേരത്തെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞത് ഇപ്പോൾ ക്രോം പ്ലഗിൻ ഇൻസ്റ്റാൾഡ് ആണെന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് IRCTC യൂസർ നെയിം പാസ്വേഡ് വളരെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടെ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. വളരെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും വളരെ കൃത്യമായിരിക്കണം. സെലക്ട് കോട്ട എന്നുള്ളതിൽ കൃത്യമായിട്ട് തൽക്കാലം തന്നെ ബുക്ക് ചെയ്ത് വെക്കുക. മാറിപ്പോയിരിക്കാൻ ശ്രദ്ധിക്കുക. തൽക്കാലം തന്നെ ചെയ്യുക, ഇവിടെ തന്നെ ചെയ്യുക. അതിനുശേഷം ഫ്രം, ഞാനിപ്പോൾ ഇവിടെ കണ്ണൂർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. ടു കാലിക്കറ്റ്, കോഴിക്കോട്. ഡേറ്റ് ഞാൻ കൊടുക്കുന്നത് 19. ട്രെയിൻ നമ്പർ ഇപ്പോൾ എനിക്ക് ഇൻ്റർസിറ്റി എന്നുള്ള ട്രെയിനിന് വേണ്ടിയിട്ടാണ് ബുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ട്രെയിൻ നമ്പർ 22609 ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. ക്ലാസ് ഞാൻ സെക്കൻഡ് സീറ്റിംഗ് ആണ് കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ട്രെയിൻ നമ്പർ ആ ട്രെയിൻ അന്ന് അവൈലബിൾ ആണോ, അതേപോലെയുള്ള ആ ട്രെയിനിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്ലാസ് അവൈലബിൾ ആണോ, ഏത് കോച്ചാണോ അത് അവൈലബിൾ ആണോ, ഇതൊക്കെ ശ്രദ്ധിക്കുക മുൻകൂട്ടിയിട്ട്. ബോർഡിംഗ് സ്റ്റേഷൻ ആവശ്യമാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഫില്ല് ചെയ്ത് വിടുക. അതിനുശേഷം കൃത്യമായിട്ട് പാസഞ്ചർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. കഴിയുന്ന ക്യാപിറ്റൽ എൻ്റർ ചെയ്ത് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ബർത്ത് ആവശ്യമാണെങ്കിൽ മാത്രം പ്രിഫർ ചെയ്യുക. കൂടുതൽ പേര് സഞ്ചരിക്കുന്ന സാഹചര്യങ്ങളിലാണ് നമുക്ക് ഈ കൂടുതൽ പേർക്ക് ഒന്നിച്ച് ബുക്ക് ചെയ്യാൻ ആവശ്യമായി വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഈ ഒരു ട്രിക്ക് ഉപയോഗപ്പെടുത്താമാവുക. കാരണം കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനാണ് നമുക്ക് കൂടുതൽ സമയമെടുക്കുക. ആ സമയത്താണ് പെട്ടെന്ന് ടിക്കറ്റ് തീരാനുള്ള സാഹചര്യം കൂടുതൽ. ചൈൽഡ് പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കി വിടുക. അതിനുശേഷം പേയ്മെൻറ്റ് ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ്, നെറ്റ് ബാങ്കിങ് ആണോ, ക്രെഡിറ്റ് കാർഡാണോ, ഡെബിറ്റ് കാർഡാണോ, ATM കാർഡ് ഉപയോഗിച്ചാണോ എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക. ഞാനിവിടെ നെറ്റ് ബാങ്കിങ് ആണ് കൊടുക്കുന്നത്. അതിനുശേഷം ബാങ്ക് ചൂസ് ചെയ്യുകയാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് അറിയുന്നതായിരിക്കും, ബാങ്ക് യൂസർ ഐഡിയും പാസ്വേഡും ഉണ്ടാവും എല്ലാവർക്കും നെറ്റ് ബാങ്ക് ചെയ്യുന്നവർക്ക്. പക്ഷെ ഇത് ആവശ്യമാണ്. ഞാൻ പറയുന്നത് കൂടുതൽ ഇത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം IRCTCയുടെ വെബ്സൈറ്റിൽ മാത്രമേ ഹാങ് ആവുന്നൊരു പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. സ്റ്റേറ്റ് ബാങ്കിലേക്ക് റീഡയറക്റ്റ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്കിലേക്ക് റീഡയറക്റ്റ് ആയിക്കഴിഞ്ഞാൽ
അധികം ഹാങ്ങോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കൂടുതലും ഇതൊരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ നമ്മളിത് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാതിരിക്കുക. ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ. അതിനുശേഷം സേവ് ഫോം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ കൊടുക്കുക. ഈ പേജ് ക്ലോസ് ചെയ്യാതെ വെക്കുക. അതേപോലെ നമ്മുടെ ബ്രൗസർ ക്ലോസ് ചെയ്യാതെ വെക്കുക. അതുകൂടാതെ സി ക്ലീനർ പോലെയുള്ള ക്ലീനിങ് യൂട്ടിലിറ്റികൾ ഉപയോഗിക്കാതിരിക്കുക ഈ സമയങ്ങളിൽ. ആ സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഓട്ടോ ഫിൽ ചെയ്ത് വെച്ച് എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് മുഴുവൻ ക്ലിയർ ആവാൻ സാധ്യതയുണ്ട്. ഇനി പുതിയൊരു ടാബിൽ IRCTCയുടെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുക. ശ്രദ്ധിക്കുക, യൂസർ ഐ ഡിയും പാസ്വേഡ് ഓൾറെഡി ഫിൽഡായിട്ട് കാണാൻ പറ്റും. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ എൻ്റർ ചെയ്യാണ്. ക്യാപ്ച മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ലോഗിൻ. ശ്രദ്ധിക്കുക, നമുക്കിത് പലപ്പോഴും 11 മണിക്ക് ആ ഒരു ടൈമിലാണ് ഉപയോഗപ്രദമാവുക. ഇപ്പോൾ സമയം ഏകദേശം 1:05. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. കാണാൻ പറ്റും എല്ലാ ഡീറ്റെയിൽസും ഫിൽഡ് ആയിട്ടുണ്ട് ഓൾറെഡി. ഞാനൊന്നും ചെയ്യാതെ തന്നെ ഇതെല്ലാം ഫിൽഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്താൽ കാണാം ഡീറ്റെയിൽസൊക്കെ പ്രീ ഫിൽഡ് ആയിട്ടുണ്ട്. എനിക്ക് ആകെ ഇനി ചെയ്യാനുള്ളത് ഇവിടെ ജസ്റ്റ് ഈ കാണിക്കുന്ന ക്യാപ്ച മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് കൊടുക്കുന്നു. ക്ഷമിക്കണം, ക്യാപ്ച എൻ്റർ ചെയ്തതിൽ തെറ്റുണ്ട്, അതുകൊണ്ടാണ്. ഇവിടെ ഞാൻ ജെൻഡർ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നത്. പലപ്പോഴും ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ ഇവിടെ ചെയ്തതിലുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ 2 സ്ഥലങ്ങളിൽ ഞാനിത് ഫില്ല് ചെയ്യാൻ വിട്ടുപോയതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അനുഭവിച്ചത്. അതുകൊണ്ട് കഴിയുന്നതും ഈ ഒരു ഫീൽഡ് ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൃത്യമായിട്ട് തന്നെ ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ട് നമ്മൾ ഈ ബുക്കിംഗ് ടൈമിലുണ്ടാവും. അവിടെ കാണുന്നുണ്ടാവും, കണ്ടില്ലേ? എൻ്റർ വാലിഡ് പാസഞ്ചർ ഡീറ്റെയിൽ ഫോർ പാസഞ്ചർ 2, 3 ഈ 2 ഫീൽഡ് ഞാൻ മിസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടായത്. ഇതുകൂടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നേരെ ഇത് പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക്, അതായത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കോ റീഡയറക്റ്റ് ആവുന്നതാണ്. അതിന് മുമ്പ് വെരിഫിക്കേഷൻ പേജ് ഉണ്ടാവും. എല്ലാ ഡീറ്റെയിൽസും ഈ ടൈമിൽ വെരിഫൈ ചെയ്യുക. ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് സ്റ്റേറ്റ് ബാങ്ക്. ഇനി എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് നമുക്ക് ഇവിടുന്ന് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ബാങ്ക് ഉപയോഗിക്കുന്ന രീതി ഉപയോഗിച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ ക്ഷമയോടെ കണ്ടതിന് നന്ദി. താങ്ക് യു.